ഓണം എക്സാം പൊളപ്പനായിട്ട് എഴുതാനുള്ള കുറച്ച് വിദ്യകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അർദ്ധരാത്രി കുത്തിയിരുന്ന് പഠിക്കണോ അതോ നേരത്തെ ഉറങ്ങണോ? പഠിക്കാൻ ഏറ്റവും നല്ല സമയം രാത്രിയാണോ പകലാണോ? പരീക്ഷ സമയത്തെ കുട്ടികൾ നേരിടുന്ന ചില പ്രശ്നങ്ങളും അവയ്ക്കുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചില പരിഹാരങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഏകണ്ടേ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മളെ ഇന്നത്തെ ചർച്ചാ വിഷയം എങ്ങനെ ഓണം എക്സാം പൊളപ്പനായിട്ട് എഴുതാം എന്നുള്ളതാണ്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുമാത്രം പോരാ, നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതേ തന്നെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ പരീക്ഷ എഴുതേണ്ടത്, എങ്ങനെയൊക്കെ പൊളപ്പനായിട്ട് എഴുതാം, അതിൽ ആദ്യമായിട്ട് മക്കളോട് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് ഫ്ലുവൻസി ഇല്യൂഷൻ. ഇതെന്താണ് സാർ ഫ്ലുവൻസി ഇല്യൂഷൻ? പഠിക്കുന്നവര് അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതിയവർക്കൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഫീൽ ചെയ്ത ഒരു കാര്യമായിരിക്കും ഫ്ലുവൻസി ഇല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മളൊരു പാഠഭാഗം വായിക്കുകയാണ്. ആ വായിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ നമ്മളെ മനസ്സിങ്ങനെ പറയും, എന്താണ്, ഇതൊക്കെ എന്ത്, ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് മൈൻഡ് അങ്ങോട്ട് സെറ്റ് ആവും. നമ്മളവിടെ മടക്കി വെക്കും. പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സമയത്ത് അതിൽ ഒരു കാര്യം പോലും നമുക്ക് ഓർമ്മ കാണില്ല. ഇതിനെയാണ് ഫ്ലുവൻസി ഇല്യൂഷൻ എന്ന് പറയുന്നത്. അല്ല സാർ, ഈ ഫ്ലുവൻസി ഇല്യൂഷൻ ഇല്ലാതാക്കാൻ ഇപ്പൊ എന്താ ചെയ്യാം? അതിന് മാർഗമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് പാഠഭാഗമാണോ നിങ്ങൾ പഠിച്ചത് അത് 1, 2, 3 തവണ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇത് മാത്രമേ ഫ്ലുവൻസി ഇല്യൂഷൻ ഒഴിവാക്കാൻ മാർഗമുള്ളൂ. അപ്പൊ മറന്നു പോരുതോ, വെറുതെ ഒരു വായന വായിച്ചിട്ട് പരീക്ഷാ ഹാളിലേക്ക് ഒരു കാരണവശാലും എന്റെ പൊന്നുമക്കൾ കയറരുത്. അത് എന്തിനിടയാക്കും? നമ്മുടെ ഫ്ലുവൻസി ഇല്യൂഷൻ ഇടയാക്കും. അതുകൊണ്ട് തന്നെയാ നമ്മൾ വായിക്കുക. ആ വായിച്ച കാര്യങ്ങൾ 1, 2, 3 തവണ ഒരിക്കൽ കൂടി മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോവുള്ളൂ. ഇതാണ് മക്കളോട് ആദ്യമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ മുഖത്ത് വരുന്ന ആ പുഞ്ചിരി കണ്ടാൽ അറിയാം ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഫ്ലുവൻസി ഇല്യൂഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതിനുള്ള പരിഹാരവും ഞാൻ പറഞ്ഞു. 1, 2, 3 തവണ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച പാഠഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് അണ്ടർസ്റ്റാൻഡിങ് സ്പേസിംഗ് എഫക്റ്റ്. എന്താണ് മക്കളെ സ്പേസിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോടെ ഒരിക്കൽ ഒരാൾ വന്ന് പറയാണ്, നാളെ നിങ്ങൾ ഒരു 15 കിലോമീറ്റർ ഓടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, അല്ലെ? നമ്മളെ കൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ സാധ്യമല്ല. ഇനിയിപ്പോ സാധിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ എണീക്കില്ല. അതാണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണിത്? ഒറ്റയടിക്ക് എല്ലാം അങ്ങ് പഠിച്ചു തീർക്കാം എന്നുള്ള ഒരു ധാരണ നമുക്ക് പാടില്ല. കുറച്ച് സ്പേസ് കൊടുക്കണം. അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴും അതിനെ സമയബന്ധിതമായിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം അതിനായി നീക്കി വെച്ചുകൊണ്ടാവണം നമ്മൾ പഠിക്കുന്നത്. അതായത് 1 മണിക്കൂറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോണേ, 1 മണിക്കൂറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 55 + 5 55 മിനിറ്റും 5 മിനിറ്റും ടോട്ടൽ 60 മിനിറ്റ് 1 മണിക്കൂറാണ്. ഇതിനെയാണ് നമ്മൾ 1 മണിക്കൂർ എന്ന് പറയുന്നത്. അല്ല സാർ, ഇതിപ്പോ എന്താ എഴുതി? അതായത് 55 മിനിറ്റ് നിങ്ങൾ പഠിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അപ്പൊ 1 മണിക്കൂറിന് നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ടുള്ള സ്പേസുകൾ നമ്മൾ കൊടുത്തു. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ 2, 3 മണിക്കൂറൊക്കെ അടുപ്പിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഒരിക്കലും പാടില്ല. അതിന് കൃത്യമായിട്ട് സ്പേസ് കൊടുത്തായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. 1 മണിക്കൂറിന് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾക്ക് കഴിയുന്ന ആ രീതിയിലേക്ക് ഇതിനെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 5 മിനിറ്റ് പഠനവും 55 മിനിറ്റ് റെസ്റ്റും ആയി പോരുത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അടുത്തതായിട്ട് ടെസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ടീച്ച് അതേഴ്സ്. എല്ലാ സബ്ജക്റ്റിലും മാസ്റ്റർ ആവാൻ അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ സ്മാർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ടെക്നിക്കാണ് ഇത് ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടി പറയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മളോട് തന്നെ ചില ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക. നമ്മളിപ്പോൾ എന്താണോ പഠിച്ചത് അതിനെപ്പറ്റി നമ്മളോട് തന്നെ ചില ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിന്റെ ഉത്തരവ് നമ്മൾ തന്നെ കാണുക. സ്വയം ഒരു വിലയിരുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മളോട് തന്നെ ചോദിക്കുക. അത് ഉറപ്പിച്ച്
ഉറപ്പിക്കുക. മാത്രമല്ല മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശീലം ഉണ്ടാകുക. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മളെ ഓണം എക്സാം മാത്രമല്ല, അടുത്ത ക്രിസ്മസിനും അതും തന്നെ SSLC എക്സാമിനൊന്നും ഈ ടോപ്പിക്കുകളൊന്നും മറന്നു പോകാനുള്ള സാധ്യതയേ ഇല്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ടെസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ടീച്ച് അതേഴ്സ്. റെഡി? ആൻഡ് സ്ലീപ്പ് ഈസ് ഇൻഡീഡ്. ഉറക്കം നിർബന്ധമാണ്. പരീക്ഷാ സമയത്ത് പരീക്ഷയുടെ തലേന്ന് 2 മണിക്കും 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അത്തരക്കാരോട് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ പ്രത്യേകത്തിന് കൃത്യമായിട്ടുള്ള ഉറക്കം നമുക്ക് ആവശ്യമുണ്ട്. അതായത് നിങ്ങളിവിടെ REM എന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. REM, റാപ്പിഡ് ഐ മൂവ്മെന്റ്സ് എന്നാണ് ഇതിന് പറയാം. റാപ്പിഡ് ഐ മൂവ്മെന്റ്സ് ഏറ്റവും കൂടിയിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതായത് കൃത്യമായിട്ട് 6 മുതൽ 7 മണിക്കൂർ വരെ വരുന്ന സമയത്താണ് നമ്മുടെ മെമ്മറി, അതായത് ഏതൊരു കാര്യം പഠിച്ച ഏതൊരു കാര്യത്തിനെയും നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാൻ പറ്റുന്നത് ഈ ഒരു 6-7 മിനിറ്റിലാണ്. അതായത് നിങ്ങൾ ഈ ഒരു ഗ്രാഫ് കാണുന്നുണ്ടാവും, REM. ഈ ഒരു REM-ലാണ്, അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ്സ് എന്നാണ് ഇതിന് പറയാം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മെമ്മറി ഉണ്ടാവുക. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, ഒരു 5-ന്റെയും 6-ന്റെയും ഇവിടുന്ന് അങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതലായിട്ട് മെമ്മറി, നമ്മൾ പഠിച്ചത് എന്താണോ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്ന സമയം. ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 6 മണിക്കൂറെങ്കിലും, ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മക്കളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി വിലയിരുത്താം അല്ലെ? അവോയ്ഡ് ഫ്ലുവൻസി ഇൻ ഇല്യൂഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദ സ്പേസിംഗ് എഫക്ട്, ടെസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ടീച്ച് അതേഴ്സ്, ആൻഡ് സ്ലീപ്പ് ഈസ് ഇൻഡീഡ്. ഈ 4 കാര്യങ്ങൾ ശരിക്കും നമുക്ക് ഒരു എക്സാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പില്ലേഴ്സ് ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അത് മനസ്സിൽ ഉൾക്കൊള്ളുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പരീക്ഷ എഴുകണോടൊപ്പം നമ്മൾ പൊളപ്പനായിട്ട് എഴുതിയിരിക്കും. ഗുഡ് ബൈ.